ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലം പുനലൂരിലോട്ടാണ് കേട്ടോ. അവിടെ അപ്പച്ചിയുടെ മോളുടെ ചെറിയൊരു നിക്കാഹ് റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞിപ്പെണ്ണിനെയൊക്കെ രാവിലെ തന്നെ കുത്തി എണിപ്പിച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ആൾക്ക് ഉറക്കച്ചടപ്പൊന്നും മാറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇറങ്ങി. അപ്പോൾ നമ്മുടെ കല്യാണ പെണ്ണിനെ കാണണ്ടേ. ആശകൾ പേശിടാൻ ബീവി തുനിന്താനേ. പുനലൂർ പള്ളി വെച്ചിട്ടാണ് നിക്കാഹ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ ആളൊഴിഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് തിരുവനന്തപുരത്ത് നമ്മൾ ഹൽദിക്ക് പങ്കെടുക്കാൻ പോയതാണ്. അവിടെ ചെന്നപ്പോഴേക്കും കംപ്ലീറ്റ് പരിപാടി തീർന്നിട്ടുണ്ടായിരുന്നു. എവിടെ പരിപാടി അവതരിക്കാൻ ചെന്നാലും ഇതാണല്ലോ അവസ്ഥ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിക്കാഹ് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് വരുമല്ലോ, അതാണ് പിന്നെ ഒരു ആശ്വാസം. അപ്പോൾ അങ്ങനെ കല്യാണപ്പയ്യൻ വന്നു. പിന്നെ മഹറൊക്കെ ഇട്ട് ചടങ്ങുകളൊക്കെ തുടങ്ങി. ചടങ്ങുകളെന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ല, എന്നാലും ചെറിയ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ പുനലൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ പുനലൂർ. കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടൊരു യാത്ര ചെയ്തത് പുനലൂരിലോട്ടാണ്. അന്ന് നമ്മൾ പാലരുവിയിലും തെന്മലയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ ഇതെല്ലാം ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫുഡ് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇത്തായി നമ്മൾ യാത്രയാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പുറത്ത് വേറെയൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.